നമസ്കാരം. ഭഗവത്ഗീതയെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഇതിഹാസങ്ങൾ എന്താണെന്ന് അറിയണം. യുഗങ്ങളിൽ ഇതിഹാസങ്ങളുടെ റോൾ എന്താണെന്ന് അറിയണം. അത് മനുഷ്യനുമായിട്ടുള്ള ബന്ധം അറിയണം. അതിൽ മഹാഭാരതം എന്തിനെ കുറിച്ചാണെന്ന് പറയുന്നത്, രണ്ട് കുടുംബക്കാരെ തമ്മിലുള്ള തല്ലൂട്ടം പറയാനാണ് എങ്കിൽ അതിൽ നിന്ന് വായത്തോന്ന് വിളിച്ച് പറയുന്ന ആചാര്യന്മാരെ നമ്മൾ പുച്ഛത്തോട് തള്ളും. ഭഗവത്ഗീത എന്ന് പറയുന്നത് എന്താണ്? ഏത് സാഹചര്യത്തിലാണ് കൃഷ്ണൻ അത് പറഞ്ഞത്? അതിന് രണ്ടാം സെക്ഷൻ ഉണ്ട്. ഭഗവത്ഗീത അദ്ദേഹത്തിന് ഓർമ്മയില്ലാത്തൊരു അവസ്ഥ വരുന്നുണ്ട്. എനിക്ക് ഓർമ്മയില്ലാന്നുണ്ട് അനുഗീത ഉദ്ദേശിച്ചു കൊടുക്കുന്നത്. ഭഗവത്ഗീതയും മഹാഭാരതവും തമ്മിലുള്ള ബന്ധവും മഹാഭാരതവും നമ്മൾ മനുഷ്യരും തമ്മിലുള്ള എന്താണ് റിലേഷൻ അതറിയാതെ എങ്ങനെയാണ് ഭഗവത്ഗീതയുടെ സയൻറ്റിഫിക് ടെമ്പർ നമുക്ക് പറയാൻ പറ്റുക? മഹാഭാരതം എന്ന് പറയുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. അതിൽ കുറേ യുക്തിചിന്തകളുണ്ട്. മന്ത്രങ്ങളുണ്ടായിട്ടുള്ള 6 മക്കൾ, കുന്തി 12 ജപിച്ചപ്പോൾ ഉണ്ടായ കുട്ടികൾ, അതും ആരുടെ കുട്ടികൾ എന്നുള്ള ചോദ്യത്തിനാണ് അവിടെ ഉത്തരം. വേദദേവതകളുടെ കുട്ടികൾ, ഇന്ദ്രാദി, വരുണൻ, യമൻ തുടങ്ങിയിട്ടുള്ള വൈദിക് ദേവതകളുടെ കുട്ടികളാണ് അവരൊക്കെ. അവിടെ കുത്തിട്ട് വെച്ചോ പോയിന്റ്. പിന്നെ ഭീഷ്മരും ഈ പറയുന്ന ഓരോ ശന്തനു മഹർഷി മുതൽ ആകെ കൺഫ്യൂഷനാണ് റിസർച്ചേഴ്സിന്. ഈ ഭഗവത്ഗീത എങ്ങനെ ഇതിനുള്ളിൽ കയറി വന്നു? ഏത് സാഹചര്യത്തിലാണ് വന്നേ? യുദ്ധത്തിൽ നിൽക്കുന്ന അർജുനന് വിഷാദം സംഭവിക്കുകയാണ്. എൻ്റെ മുന്നിൽ നിൽക്കുന്നതെല്ലാം എൻ്റെ ബന്ധുക്കളും ചാച്ചയാലമ്മയും കുഞ്ഞുമ്മ മക്കളൊക്കെയാണ്. എനിക്ക് കാണ്ടി ഉയർത്താൻ പറ്റില്ല. അവിടെ എന്തിനാണ് ഭഗവത്ഗീത ഇത്രയും ഡീറ്റെയിലായിട്ട് പറഞ്ഞു കൊടുത്തത്? ആർക്ക്? വിശ്വരൂപദർശനം മുതൽ 18 അധ്യായം, ആദ്യത്തെ 3 അധ്യായത്തിൽ കർമ്മ സിദ്ധാന്തം പറഞ്ഞു കൊടുത്തു. വിഷാദയോഗം ഇന്ന് ആകെ എടുക്കുന്നത് മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ യുദ്ധമുഖത്ത് വെച്ച് പറഞ്ഞു കൊടുത്ത ഭഗവത്ഗീത കേട്ടിട്ട് സന്യാസി ആവാനോ ഇതൊക്കെ ഇന്നത്തെ തട്ടിപ്പാണ്. മനുഷ്യന്മാരെ സാഹചര്യം ഉപയോഗിച്ച് തട്ടിപ്പാണ്. ശരിക്കും ഭഗവത്ഗീത അല്ലെ കുറച്ച് സാധനം നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. വിഷാദയോഗം വരുമ്പോൾ ഒരു കർമ്മത്തിൽ ഉറച്ച് മറ്റൊന്നും ചിന്തിക്കാതെ ആ കർമ്മത്തിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കർമ്മ ടെക്നോളജി എന്ന് പറയുന്ന സാധനത്തിൽ മാത്രമാണ് ഈ ഭഗവത്ഗീതകൾ. ബാക്കിയൊന്നും നിങ്ങൾക്കുള്ളതല്ല. അത് കൃഷ്ണ യജുർവേദികൾക്ക് വേദപ്രയോഗത്തിനുള്ളതാണ്. നിങ്ങൾക്ക് എടുക്കാവുന്ന എന്താ? കർമ്മം ചെയ്യുന്ന സമയത്ത് കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുക, മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കരുത്. പട്ടാളക്കാർക്ക് ഉപയോഗിക്കാം, സയൻറ്റിഫിക്കായിട്ട് റിസർച്ച് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാം. ഈ ഒരു പോയിൻ്റ് ഉള്ളിൽ വേറെ എന്താ ഉള്ളത്? ബാക്കിയൊന്നും നിങ്ങളുടെ അല്ല, അത് വേദിക്കാണ്. ഭാരതീയ വേദശാസ്ത്രം ഉപയോഗിക്കുന്ന എന്നെപ്പോലുള്ള ഉഗ്ര കർമ്മയോഗികൾക്കുള്ളതാണത്, കൃഷ്ണ യജുർവേദികൾക്കുള്ളതാണ്. കാരണം എന്താ? അർജുനൻ